എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ലഡുവിൻ്റെയാണ്. ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലഡു തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. 125 ml കപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ 4 കപ്പ് കടലമാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കടലമാവ് എടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കപ്പ് ഏതാണോ ആ സെയിം കപ്പിന് തന്നെ വെള്ളവും അളന്നെടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഒട്ടും തന്നെ ഇല്ല. പക്ഷെ എന്നാൽ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ 2-3 തവണയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 3 കപ്പ്, അതായത് 4 കപ്പ് കടലപ്പൊടിക്ക് 3 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ടകളൊക്കെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ കട്ടകളെല്ലാം ഒന്ന് മാറിക്കിട്ടും. ഒരുപാട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് 1-2 തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ തന്നെ ആ ഒരു കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ലഡുവിന് നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബൂന്തിയെല്ലാം നല്ലപോലെ ഒന്ന് വീർത്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 രീതിയിലാണ് ഇത് തയ്യാറാക്കി കാണിക്കുന്നത്. ഒന്ന് വന്നിട്ട് ബൂന്തി പോലെയും പിന്നെ ഒന്ന് വന്നിട്ട് നമ്മൾ സാധാരണ മാവ് കോരി ഒഴിച്ച് തയ്യാറാക്കുന്ന രീതിയിലും. അങ്ങനെ 2 രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് ഞാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഒരു ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ബൂന്തി ഇങ്ങനെ പൊങ്ങി വരും. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. ഇത്രയും നേരം ഹൈ ഫ്ലെയിമിലായിരുന്നു, ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബൂന്തി തയ്യാറാക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ ബൂന്തി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ കണ്ണുള്ള ഒരു തവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൂന്തി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തവി ഉണ്ടെന്ന് വരിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബൂന്തി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ബൂന്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന മാവ് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതൊരു 30 സെക്കൻഡ് ആയപ്പോൾ തന്നെ എണ്ണയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബൂന്തി തയ്യാറാക്കിയിട്ടും ലഡു തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ ബൂന്തി വെച്ചിട്ടാണ് നമ്മൾ ലഡു തയ്യാറാക്കുന്നതെന്ന് വരിയിൽ ഒരുപാട് സമയമാകും. ബൂന്തി തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയ ലാഭത്തിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനും വേണ്ടിയിട്ട് രണ്ടാമത്തെ രീതി ഒന്ന് നോക്കാം. അത് വന്നിട്ട് ഇതുപോലെ ഒരു തവി മാവെടുത്ത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സമയം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബൂന്തി പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 2 രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പാണ്.
കാരണം ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന മാവ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് പൾസ് മോഡിലിട്ട് 1-2 തവണ ഒന്ന് പൾസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല തരിതരിയായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. കണ്ടില്ലേ, ചെറിയ തരിതരിപ്പോട് കൂടിയാണ് ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 തവണയായിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചാനലിൽ ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലഡുവാണ് ക്യാരറ്റ് ലഡു. തന്നെയല്ല, അതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പിന്നെ ഒരു ദിവാലിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്വീറ്റാണ് ക്യാരറ്റ് ലഡു. സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ ലഡുവിന് വേണ്ടിയിട്ടുള്ള ബൂന്തിയെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കടലപ്പൊടി അളക്കാൻ ഉപയോഗിച്ച് സെയിം കപ്പ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 4 കപ്പ് കടലമാവിന് 4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മധുരമുള്ള ലഡുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് എത്രയാണോ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നേർപകുതി വെള്ളം ഒഴിച്ചു കൊടുക്കുക. 4 കപ്പിന് 2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചസാരയെല്ലാം നല്ലപോലെ അലിഞ്ഞ് ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒറ്റനൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലഡു തണുക്കുമ്പോഴത്തേക്കും ക്രിസ്പി ആയി പോവും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റനൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. പഞ്ചസാരയെല്ലാം നല്ലപോലെ ഒന്ന് അലിഞ്ഞ് നമ്മുടെ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവം ആകുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഒട്ടി നിൽക്കണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ബൂന്തിയെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബൂന്തി ചേർക്കുന്ന സമയത്ത് തീയെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പഞ്ചസാര പാനിയെല്ലാം നമ്മുടെ ബൂന്തിയിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കശുവണ്ടി, നെയ്യിൽ വറുത്ത കശുവണ്ടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ വറുക്കാൻ ഉപയോഗിച്ച നെയ്യും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ലഡുവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര പാനിയെല്ലാം നമ്മുടെ ബൂന്തിയിലേക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫാക്കാം. കാരണം ഇത് നല്ലപോലെ തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് ഹാർഡാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ബൂന്തിയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല തേനൂറും മധുരത്തിലുള്ള ലഡുവാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. കാരണം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചൊക്കെ എടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബൂന്തി ലഡുവാണ് വേണ്ടതെന്ന് വരികിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ബൂന്തി തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു മിക്സിയിലിട്ട് അടിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക. അതിനുശേഷം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബൂന്തി ലഡു നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റ് ആണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.